പോയി കുറച്ച് മീനൊക്കെ ഒന്ന് മേടിച്ചിട്ട് തന്നെ. 5 മിനിറ്റ് സിനിമ കഴിയുക അതിനായിട്ട് പോകാം. ചെയ്യാത്തൊരു സിനിമ പോകാൻ എനിക്ക് ആ 2 പിള്ളേരും കൂടി പറഞ്ഞ സ്കൂളിലാക്കണേ. A few moments later. ഉണ്ടാക്കിന്റെ വെള്ളങ്ങളിലേക്ക് ഇട്ടിട്ട് പള്ളികളിലെ പരിപാടി ഉണ്ടായിട്ടുണ്ട്. മോനെ നീ ഹാപ്പിയല്ല? നമ്മളിപ്പോൾ ഹാപ്പിയല്ലേ മോനെ? നീ ഹാപ്പിയല്ല? എടാ മോനെ നീ ഏതാ ഹാപ്പി? ഞാനും ഹാപ്പിയാണ്. മഞ്ജു ജിമ്മിനെന്താ പറ്റിയ? ഒന്നും പറയുന്ന ഷബിൻ, ആവശ്യം മൂവി കണ്ടതിന് ശേഷം അങ്ങോട്ട് നടക്കുന്നൊരുക്കം എല്ലാം എന്നാനായിട്ടാ. ഇപ്പൊ ഇതാണ് സ്ഥിതി. ഇതാ നോക്ക്. ഞാൻ എന്താ ഈ കാണുന്നത്? മഞ്ജു വിഷമിക്കണ്ട, നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിരിക്കും. മഞ്ജു വിഷമിക്കാതെ ഓഫീസിലേക്ക് ചെല്ലും. എടാ കണ്ടിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ആണല്ലോ തോന്നുന്നത്. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാനൊന്ന് സംസാരിക്കട്ടെ. നമുക്ക് വൈകിട്ട് കാണാം. ഹലോ 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 ഡോക്ടർ സണ്ണി അല്ലേ? അതെ സണ്ണിയാണ്. ആരത്? ഡോക്ടർ സണ്ണി, ഇത് ഷബിന, ബാംഗ്ലൂരിൽ നിന്ന്. മനസ്സിലായോ? ഇല്ല മനസ്സിലായില്ല. ഏത് ഷബിൻ? എടാ ഇത് കാറോബാർ ഷബിൻ. എടാ തള്ളേ നീ, എടാ താമര നീയാ? എന്താ താമരല്ലടാ, ഇത് ഷബിന. മനസ്സിലായോ? പിന്നെ ഇല്ലാണ്ട് പറയണം വരെ. എന്താ വേണ്ടേ? വരുമ്പോ കുപ്പിയെല്ലാം കൊണ്ടുവരോ? എടാ അതല്ല, ഒരു അർജന്റ് മാറ്റർ ഉണ്ടായിരുന്നു. നീ എവിടെ പോകും? ഞാനിപ്പോ ദുബായിലുണ്ട്, നാളെ നാട്ടിലേക്ക് എത്തും. ആണോ? എന്നാൽ പിന്നെ ഒരു ബാംഗ്ലൂർ വരെ വരുമോ? ഒരു മാറ്റർ സംസാരിക്കാനുണ്ട്. എന്ത് പറയാ? എന്തെങ്കിലും സീരിയസ് കാര്യമാണോ? കുപ്പിയാണെങ്കിൽ ഞാൻ വരുമ്പോ കൊണ്ടുതരാം. എടാ കുപ്പിയല്ല, ഇത് നമ്മളുടെ ജിമ്മിന്റെ കാര്യമാണ്. വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നീ എത്തിയ ഒന്ന് വിളിക്കും. ആ ശരി, എന്നാ ഞാൻ എത്തിയിട്ട് വിളിക്കാം. സണ്ണി നീ വന്നോ? വാണ്ടാനിപ്പം ഞെക്കി കൊന്നേനല്ലോ. എടാ നീ കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഞാൻ ഏറ്റു. നോക്കിയടാ, അപൂർവമായ മനോരഥത്തിന്റെ അഗ്നി കൊണ്ട് ഞാൻ ജിമ്മിന്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് കണ്ടു. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒന്ന് നട്ടപ്പെടാൻ. കണ്ട സിനിമയിലെ ഇഷ്ടപ്പെട്ട കഥാനായകൻ താൻ തന്നെയാണെന്ന് ജിമ്മു വിശ്വസിക്കുന്നു. അത് മറ്റുള്ളവരുടെ വിശ്വസിപ്പിക്കുന്നതിലാണ് ജിമ്മിന്റെ സന്തോഷം. സൈക്യാട്രിയിൽ ഇതിന് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, മാമാട്ടി, മണവാട്ടി, ഇലുമിനാറ്റി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ജിമ്മിനോടൊപ്പം നിന്ന് പതുക്കെ അവനെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുവരെ ജിമ്മ് ആവേശത്തില് രംഗണ്ണൻ തന്നെയാണെന്ന് നിങ്ങളും കരുതണം. അതിനനുസരിച്ചാവണം നിങ്ങൾ ജിമ്മിനോട് സംസാരിക്കുന്നത്. അവനെ ഒട്ടും വിഷമിപ്പിക്കരുത്. നിങ്ങളെല്ലാവരും ആവേശം കണ്ടല്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നീ പിന്നെ നിങ്ങൾ വിഷമിക്കണ്ട. നമുക്ക് പതുക്കെ ജിമ്മിനെ പഴയ ജിമ്മാക്കി മാറ്റിയെടുക്കാം. ഇത് ഡോക്ടർ സണ്ണിയാണ് പറയുന്നത്. ഡോക്ടർ സണ്ണി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടീം സെറ്റ് ചെയ്യണ്ടോ? ഇതില് ഞാൻ തന്നെ ഒരു ടീം സെറ്റ് ചെയ്ത് തരാം. നീ അമ്പ, നീ അജു, നീ ബിനിമോൻ, നീ കുട്ടി, പിന്നെ ആരാ മിസ്സിംഗ് ഉള്ള? ഓ നമ്മുടെ ശാന്തൻ. ശാന്തൻ ഇപ്പൊ അപ്പുറത്തുള്ള ശാന്തൻ നോക്കി നിൽക്കണമെന്നില്ലേ? അവനെ കൂടി, അവൻ തന്നെ ശാന്തൻ. ബെസ്റ്റ്.
പാട്ട് കൊടും സന്തോഷം പിറന്ന പാട്ട് സ്നേഹം എടാ സടി, ഒരു ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. നീ അവന് ഇഷ്ടപ്പെട്ട പഴയ വീഡിയോ എല്ലാം ഉണ്ടോ? വീഡിയോ യെസ് ഉണ്ടെങ്കിൽ കാണിച്ച് നോക്കട്ടെ. ഇതെങ്ങനെയുണ്ട്? എന്തുവാണത്? ഇതൊക്കെ പുള്ളിക്ക് താല്പര്യം. വേറെ കാണിച്ച്. ഓക്കെ, നോക്കട്ടെ. ഇത് മതിയോ? ആ, ഇത് കൊള്ളാം. ഇത് ഇടയ്ക്കിടയ്ക്ക് അവനായിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ചിലപ്പോൾ പഴയ ഇതിലേക്ക് തിരിച്ചു വരും. ഓക്കെ സണ്ണി. അടുത്തത് സണ്ണി, എന്താണ് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? തൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവനെ കൊണ്ട് ഒരു യാത്ര പോകും. പട്ടായിക്ക് പോയല്ലോ. ആ ബെസ്റ്റ്. ഓൾറെഡി മുഴുവട്ടമുള്ളവനെ കൊണ്ട് പട്ടായിക്ക് പോയി കഴിഞ്ഞാൽ കൂട്ടത്തോടെ വട്ടായിട്ട് തിരിച്ചു വരും. പിന്നെ എല്ലാത്തിനെയും കൊണ്ട് ചികിത്സിക്കാൻ എനിക്കിവിടെ നേരമൊന്നുമില്ല. അത് ശരിയാ. നമ്മൾ ലോക്കൽ ട്രക്കിംഗ് പ്ലാൻ ചെയ്യാം. കൊള്ളാമോ? അതും നല്ല ഐഡിയ. അല്ല, നമുക്ക് നാളെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രക്കിങ്ങിന് പോയാലോ? അമ്പാനെ, നാളെ നമുക്ക് വരെ പരിപാടികളൊന്നും മറന്നോ? എന്ത് പരിപാടി വന്നാ? നമ്മ കുടുംബത്തെ പേര് കോളേജിൽ പോയി തലണ്ടേ അമ്പാനെ? വേണ്ട അണ്ണാ, കോളേജിൽ പോകണ്ട. അതെന്താ അമ്പാനെ? ഞാൻ പറഞ്ഞതല്ലേ കോളേജിൽ പോകണമെന്ന്. പറഞ്ഞില്ലേ കോളേജിൽ പോകണ്ടെന്ന്? ಯಾಕೋ ಆಗಲ್ವಾ? ನಾನು ಹೋಗಕ್ಕಾಗಲ್ವಾ? അമ്പാൻ മകനെ, അണ്ണാ കോളേജിൽ പോകണ്ട. ഞാൻ കുട്ടിയാടാ. നിന്നെ തന്നെയാണ് കുട്ടി പൊട്ട. നീ കുടിച്ചിട്ടുണ്ടോ? സ്വകാര്യത്തോട് തന്നെയാണ്. നീ കോളേജിലോട്ട് വാ, ബാക്കി അവിടെ കാണാം. നീ അവിടെ നിൽക്കടാ, ഞാൻ വരുവാ. ഒമ്പത് അവനെ കൊന്നേക്ക്. ഷലായി അടിപൊളിയാണല്ലോ. ചെക്കനെ ഞാൻ പണിയിട്ടുണ്ട്. നമുക്കിനി ഒരു ട്രക്കിങ്ങിന് പോയാലോ? ആ ശരി അമ്മാനെ, പോവാം.
ദൂരെ കാണുന്ന ഗ്രീൻ വാലി പോയിന്റ്. നല്ല നോക്കി നടന്ന പോലെ കുളിയും കാണുന്നുണ്ട്. പോയാ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞങ്ങളും കൂടി കൊണ്ടുപോകുന്നില്ല അതിലേക്ക്. പിന്നെ അവൻ തായ്ലൻഡിൽ മസാജ് ചെയ്യാൻ പോയക്കല്ലേ നിന്നെ കൂടെ കൊണ്ടുപോവാൻ. അയ്യോ, ഈ വഴിയിലോട്ടാണോ വീണേ? കല്ലിട്ട് നോക്കിയാലോ, താഴ്ചറിയാലോ. പോരാ, എന്നിട്ട് വേണം തല പൊളിയാൻ. കയറ് വന്നു. നമുക്ക് ഒരു കയറിട്ട് കൊടുക്കാം. ഒന്ന് ഒത്തു പിടിച്ചാൽ എല്ലാവരും. കയർ സക്കാലോ. ഇനി എന്ത് ചെയ്യും? പഠിക്കണം. ഉണർന്നു കൊള്ളയ്ക്ക് മനിത കാതൽ അല്ല. അതിലും കണ്ടി സുഭാഷ് കൂടി നടന്ന ഈ അസുഖത്തെ മുഴുവനായി പറിച്ചു മാറ്റാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സിൽബോർഡ് വഴി ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. മോനെ ഇങ്ങ് വന്നേടാ. കഞ്ഞിട്ട് നോക്കി, ഞാനിപ്പോ വരും. സബിൻ, നമുക്ക് വേഗം പോവാം. ജിമ്മേ, ഏടാ മോനെ. I'm